ഫെൽഗുരി ഞാനിപ്പോൾ നിൽക്കുന്നത് മയ്യനാട് കാക്കോട്ടുമല പള്ളിക്ക് മുമ്പിലാണ്. ഈ പള്ളിയിൽ തന്നെ ഈ അടുത്ത് ഒരു വലിയൊരു മോഷണം നടന്നു, വഞ്ചി തകർത്ത് മോഷണം നടന്നു. മയ്യനാട് പണയമുക്കിൽ ഗേറ്റെടുത്ത് തൈക്കാവിൽ നിന്ന് ബാറ്ററി മോഷ്ടിച്ചു. തൊട്ടടുത്തുള്ള ഒരു മൊബൈൽ കടയിൽ നിന്ന് ഏതാണ്ട് 17,000 രൂപ 8,000 രൂപയോളമൊക്കെ കട തുറന്നിരിക്കുന്ന സമയത്ത് മോഷണം നടന്നു. അതുപോലെ നിരവധി മോഷണങ്ങൾ ഈ ഇരുനിലമുക്കിൽ എൽസമാൻഡിയുടെ വീട്ടിൽ നിന്ന് 6 പവൻ സ്വർണവും അതുപോലെ തന്നെ ലാപ്ടോപ്പ് ഉൾപ്പെടെ വൻ മോഷണം. ഈ അടുത്ത് തന്നെ 2 ദിവസം മുമ്പ് ഈ പാമ്പുമുക്കിൽ നിന്ന് ഒരു പൈപ്പ് ഗോഡൌണിൽ നിന്ന് ഏകദേശം അവർ പറയുന്നത് 2 ലക്ഷം രൂപയുടെ വെയിറ്റുള്ള ഇരുമ്പ് സാധനങ്ങളൊക്കെ മോഷണം പോയി. അതുപോലെ തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ കാക്കുട്ടിലെ പള്ളിയുടെ തൊട്ടടുത്താണ് ഒരു തയ്യൽ സ്റ്റോഴ്സ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. ഇന്നലെ രാത്രിയാണ് ഈ മോഷ്ടാക്കൾ, ഈ തസ്കര വീരന്മാർ എന്ന് തന്നെ പറയാം, കാരണം കൂടെ ദൂരെയുള്ളൊന്നും ആവാൻ സാധ്യത, കാരണം ഈ പരിസരത്ത് തന്നെയാണ് മോഷണം നടക്കുന്നത്. അവർ വന്ന് ഈ പൂട്ട് തല്ലി തകർത്ത് അകത്ത് കയറി ആ കടയുടെ ഉടമസ്ഥൻ്റെ കടയിലെ പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെ അതുപോലെ തുണി സാധനങ്ങൾ ഉൾപ്പെടെ ഏകദേശം 40,000 രൂപയുടെ നഷ്ടമാണ് അവർ കണക്കാക്കുന്നത്. മോഷണം പോയിട്ടിരിക്കുകയാണ്. ഇനിയും അപ്പുറം ഇപ്പുറം വീടുകളിലൊക്കെ 2 ദിവസം മുമ്പൊക്കെ തട്ടിലും മുട്ടിലൊക്കെ നടന്നു. ആളുകൾക്ക് ഉണർന്നുകൊണ്ടാണ് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. അപ്പോൾ മോഷ്ടാക്കൾ ഇവിടെ തന്നെയുണ്ട്. ഇത് ഇരുവരും പോലീസ് അടിയന്തരമായിട്ട് ഈ ഭാഗത്ത് രാത്രി പട്രോളിംഗ് നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാത്രി 7:30 അടച്ചിട്ട് പോയി. രാവിലെ ഒരാളിങ്ങനെ ഡോറ് തുറന്ന് നടക്കണമെന്ന് അറിയിച്ച് ഇങ്ങനെ ഓടി വന്നപ്പോൾ ഈ പൂട്ട് ഇങ്ങനെ പൊളിച്ച് പ്രമശത്തുള്ള ലോക്കും ഒക്കെ പൊട്ടിച്ച് ഈ ഒരു ഡോറ് തുറന്നാണ്. അപ്പോൾ ഈ ഡോറ് തുറന്നപ്പോൾ തന്നെ ഈ പലചരക്ക് കട വഴി അകത്തോട്ട് കയറാം അല്ലേ? തുണിക്കടയിലോട്ടും കയറാം. അപ്പോൾ ഈ ഫ്രണ്ട് പൊളിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒറ്റ ഡോറാണ് അവർ പൊളിച്ചത്. ഈ ഒരു ഡോറ് ഈ ലോക്കാണ് അല്ലേ? ഒരു ലോക്കും പിന്നെ അല്ലാതെ ഒരു ബാറൊക്കെ ഉണ്ടായിരുന്നു, അതും പൊളിച്ചല്ലേ? അതാണ്. ലൈവ് ലൊക്കേഷൻ നെയ്യാറ്റിൻകര പിന്നെ അവർ ചെയ്യുന്നില്ല. ലൈവ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ ഫോണിൽ ഇങ്ങനെ ലൊക്കേഷൻ വന്നുകൊണ്ടിരിക്കും. കടയാണ്. ഇന്നലെ രാത്രി ഇവിടെ കള്ളം കയറി ഒരു 40,000 രൂപയുടെ സാധനം നഷ്ടപ്പെടുകയുണ്ടായി. എന്തൊക്കെ സാധനങ്ങളാണ് പോയത്? ഫ്രോക്ക്, ഗൗണ്, നൈറ്റി, പാൽപ്പൊടി, ബൂസ്റ്റ്, ഹോർലിക്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും. ഇന്ന് രാവിലെ വന്നപ്പോഴാണ് ഇത് അറിഞ്ഞത്? അതെ, രാവിലെ വന്നപ്പോഴേ അറിയുന്നു. അതിനുശേഷം നിങ്ങൾ എവിടെയൊക്കെ പരാതി കൊടുത്തു? ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി, ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവർ വന്നു. ഇന്ന് 3 പ്രാവശ്യം സാറന്മാർ വന്നു എല്ലാം നോക്കി. ഇപ്പം അത് കഴിഞ്ഞ് അവർ പോലീസ് നായ വന്നു. തുണിക്കടയിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഗൗണ്, ടോപ്പ്, ഫ്രോക്ക്, നൈറ്റി ഇതെല്ലാം കൂടുതൽ കൊണ്ടുപോയി അല്ലേ? പിന്നെ പലചരക്ക് സാധനങ്ങൾ അല്ലേ? പിന്നെ പലചരക്ക് സാധനം. അവിടെ നിന്നൊക്കെ പോയി കടയിൽ നിന്ന്? അവിടെ നിന്ന് പാൽപ്പൊടികൾ, ബൂസ്റ്റ്, ഹോർലിക്സ്, പിന്നെ വെളിച്ച എണ്ണകൾ, സോപ്പ്, കുറച്ച് ലൈസ്. ഞാൻ ഈ കാക്കോട്ടുമൂലയിൽ വന്നിട്ട് 35 വർഷത്തോളമായി. നാളിതുവരെ ഇല്ലാത്ത രീതിയിലുള്ള സംഭവവികാസങ്ങളാണ് ഇപ്പോൾ കുറച്ച് കാലം കൊണ്ട് ഈ കാക്കോട്ടുമൂല അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാക്കോട്ടുമൂലയിൽ പാതിരാത്രി 12 മണിക്ക് സ്ത്രീകൾക്ക് ഇറങ്ങി സ്വൈരമായി സഞ്ചരിക്കാനുള്ളൊരു ദേശമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കാലയളവ് കൊണ്ട് മോഷണ പരമ്പര നടന്നുകൊണ്ടിരിക്കുന്നു. മോഷണം നടക്കുന്നു. എല്ലാ മോഷണം നടക്കുമ്പോഴും ദേവാലയം അടക്കമുള്ള സ്ഥലങ്ങൾ കുത്തി തുറന്നുകൊണ്ട് കവർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസിൽ എല്ലാം നിരന്തരം പരാതി നടക്കുന്നാലും പോലീസ് വന്ന് നോക്കിക്കൊണ്ടുപോയി നിരവധി മേഖല പിടിക്കത്തക്ക സാഹചര്യങ്ങൾ കണ്ടെത്തിയാൽ പോലും
അതിനെക്കുറിച്ച് ഒരു അന്വേഷണമില്ല, അവിടെ കൊണ്ട് അവസാനിക്കുന്നു. പ്രതികളെ കിട്ടുന്നില്ല. പ്രതികളെ കിട്ടുന്നില്ല. അവർ പരിഹാരമായി പറയുന്നത് ക്യാമറ വയ്ക്കുക. പോയാ